നമ്മളങ്ങനെ ചുരമല്ല ചെറിയ കയറ്റം കയറി വന്നപ്പോഴാണ്ട് തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി കേട്ടാ. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് തേയിലത്തോട്ടം ആയിരിക്കും. എല്ലാവരും ഐസ്ക്രീമൊക്കെ കുടിച്ച് മത്ത് പിടിച്ച് അതിനിടയ്ക്ക് വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. മാമിയാണെങ്കിൽ ഒരേ പ്രശ്നം, ഒരേ നിവർത്തിയില്ല. കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു, അത് കൊടുത്തു. എന്നിട്ട് മാമി നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. ഞാൻ വേണമെന്ന് വെച്ചു, വേണ്ട മാമി വിചാരിച്ച് ഞാൻ കണ്ടില്ലെന്നാണ് വിചാരിച്ചത്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല, മാമി കഴിക്കുന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മാമി ഞാൻ ഏറെ കയറ്റിയിട്ട് അടങ്ങും കേട്ടോ. മാമി ഉണ്ടാതിരിക്കുകയാണ്. എപ്പോഴും ക്യാമറ ഓഫ് ചെയ്യണോ അപ്പോൾ തുടങ്ങും. അതുവരെ മിണ്ടാതിരിക്കും. മാമി പറഞ്ഞേട്ടാ, അമ്മാവിയുടെ തലയ്ക്ക് എന്നെ തേങ്ങ അടിക്കാൻ. ഇതൊക്കെ പറഞ്ഞാലും മാമി പാവമാണ് കേട്ടാ. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കിട്ടൂല. പഞ്ചപാവമാണ്. വാഗമൺ എന്ന് തോന്നുന്നു. എവിടെ കാണിച്ചത്? നമുക്കിങ്ങനെയല്ല കാണിക്കുന്നത്. 7 മിനിറ്റ് 1.5 കിലോമീറ്റർ പോയിട്ട് നമുക്ക് നോക്കാം എവിടെ എങ്ങനെയാണെന്ന്. അതൊരു വഴിയായിരുന്നു എന്നൊരു സംശയമുണ്ട്. കയറി വാ. എല്ലാവരും കൂടെ ഇവിടെ മുകളിലെത്തിയേട്ടാ. എൻ്റെ ഇപ്പം മൊട്ടക്കുന്ന് അപ്പുറത്ത് ആണ് മൊട്ടക്കുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു കുന്ന് കാണണം. അപ്പോൾ ഇത് മൊട്ടക്കുന്നായിരിക്കും. ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, അകത്തോട്ട് പോയാലേ കാണാൻ പറ്റുള്ളൂ. അകത്തോട്ട് പോയാലേ കാണാൻ പറ്റുള്ളൂ. നമുക്കെല്ലാം തണുപ്പുണ്ടാ? വെളിയിറങ്ങുന്നില്ല ഭയങ്കര ചൂടെന്ന് പറഞ്ഞോണ്ടിരുന്നോളാ. പിന്നെ വയ്യ എന്തോ തലവേദന എടുക്കണ. ആ കടുവയാ? ഓ, ഇവിടെ കടുവയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്. സിംഹം, കരടി ഇருக்கு, പെരുമ്പാമ്പ് ഇருக்கு, സിംഹം ഇருக்கு, എല്ലാം ഇருக்கு. ഇത് കണ്ടോ? ഈ കുന്നിലോട്ടാണ് ഇപ്പം കയറി പോകുന്നത്. ഇത്തിരി നല്ല വെയിലുണ്ട് കേട്ടോ, ചൂടുണ്ട്. ഏത്? അതല്ല അത് വേറെ. അല്ല ഇതല്ല. അത് നമ്മളെ നാട്ടിൻപുറത്ത് കുളത്തൂർ നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ അവിടെ ഉണ്ട്. അത് വെച്ച് ഇങ്ങനെ അടിച്ചിട്ട് ടാറ്റു അത് അടിച്ചു. വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, നമ്മളെ രണ്ടുപേരെയും ഡ്രസ്സ് കോമ്പിനേഷൻ കണ്ട ഇങ്ങനെയുണ്ട്. സൂപ്പർ അല്ലേ? പിന്നെ ആണോ? 87 ഓൾഡ് ഫാഷൻ ആണോ? എന്നാലും നമ്മള് ഇടും. നമ്മളെ ആ ചെറിയ കുന്ന് കയറി വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് വെയിലുണ്ടെന്നേ ഉള്ളൂ. നോക്കിയാ അങ്ങോട്ട് നല്ല ഭംഗിയുണ്ട്. മോനെ അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി കാണിച്ചു വിട്രാ. എൻ്റെ ശ്രീകുട്ടനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടാ. നല്ല രസമുണ്ട് കണ്ടാ. അങ്ങനെ കറങ്ങി കാണിച്ചു കൊടുക്കും. ഫ്രണ്ടിലോട്ട് പോകാമേ. ഫ്രണ്ടിലോട്ട് പോയാലേ നിങ്ങൾക്ക് നല്ല വ്യൂ കിട്ടുള്ളൂ. കണ്ടാ? എനിക്ക് തോന്നുന്നു അതൊക്കെ പൈൻ മരങ്ങൾ എന്തോ കാണുമെന്ന് തോന്നുന്നു. നല്ല രസമായിട്ട് മുകളിലിരിക്കാൻ എല്ലാവരും കയറി പോകണം ഓരോരുത്തരായിട്ട്. നമുക്കിനി മുകളിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെയാണെങ്കിൽ അല്ലിയാമ്പൽ കടവിലെ നരയ്ക്കു വെള്ളം. ഹേയ്, നല്ല തേരി കേട്ടാ കയറാൻ. ഇത്തിരി ഇതാണ്. അവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇത് രസം നോക്കിയ അവിടെയൊക്കെ ഭയങ്കര രസമാണ്. നല്ല സീനറി, നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഒരു ദിവസം വാഗമണ്ണൊക്കെ വന്ന് കണ്ടിട്ട് പോകണം. ഇതാണ് നമ്മൾ പറഞ്ഞ മുട്ടക്കുന്ന് കേട്ടോ. കണ്ടോളൂ, കാണിച്ചു തരാം. ഭംഗിയായിട്ട്
അടിപൊളി വ്യൂ കേട്ടാ. രസം നോക്കിയ കണ്ണിന് നല്ല പച്ചപ്പച്ചാന്ന് പച്ചപ്പ് ഉള്ള സ്ഥലമാണ്. നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്. കണ്ണൻ മാറി നിന്ന് ഫോൺ ചെയ്യാൻ. ബാക്കി എല്ലാവരും ഇവിടെ ഇരിപ്പായി കേട്ടാ. എല്ലാവരും ഇരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കി, ബാക്ക്ഗ്രൗണ്ടാണ് രസം. അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. അത് മെയിനാണ് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിലും കാറ്റ്, നല്ല തണുത്ത കാറ്റ് എന്നൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ്. അത് തന്നെ മൈക്ക് കൊടുത്തോണ്ട് അത്ര ഇങ്ങനെ പറയണമല്ലോ. നല്ല രണ്ട് യുവ മിഥുനങ്ങൾ ഇരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടോ? നമ്മള് അങ്ങനെ ഇവിടെ കുന്നിന്റെ മുകളിൽ നിന്നപ്പോഴേ ഒന്ന് അറ്റത്ത് നിന്ന് കോട വരുന്നത് കണ്ടേ. നോക്കി നോക്കി, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരും കണ്ടാ, നല്ല രസമുണ്ട് കേട്ടാ. അപ്പൊ എന്തായിരുന്നാലും കുറച്ചു നേരം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആ കോട ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. എന്തോ അമ്മ വെയിൽ കുളിക്കാതാണ് കൊണ്ടുവിടും. അപ്പുറത്ത് അമ്മയും മക്കളും ഫോട്ടോ സെക്ഷൻ നടക്കാണ്. കാത്തുവിൻ്റെ പടത്തിൽ കയറാതെ മാറി നീ. നമ്മളിതിലില്ല, ഈ കളിയിൽ നമ്മളില്ല, ഈ കളിയിൽ നമ്മളില്ല. ഓ നല്ല രസമുണ്ട് കേട്ടാ. അതിങ്ങ് വരട്ടെ. ശ്രീകുട്ടനും മാളവും കൂടെ ഇതിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അവർ സേഫ്റ്റി ബെൽറ്റൊക്കെ ഇടാണ്. അതിൻ്റെ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഊഞ്ഞാലിൽ സേഫ്റ്റി ബെൽറ്റാണ് ഇട്ടിരിക്കുന്നത്. പേടിയണ്ടാ? ബാക്കിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണാ, നിന്റെ വീഡിയോ ഓക്കെ ആണോ? ഓക്കെ ആണോ? ശ്രീകുട്ടനും മാളവും കൂടെ വന്നേ. ശ്രീകുട്ടൻ ഭയങ്കര വിളിയായിരുന്നു. എനിക്ക് ക്യാമറ നേരെ എടുക്കാൻ പോലും പറ്റില്ല, ചിരിച്ചിട്ട്. പേടിച്ചാടാ? ഓ, അതിനങ്ങനെയാണ്. അല്ല, പേടിച്ചിട്ടല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അപ്പോൾ ഓക്കെ. നമ്മളെ പൊന്മുടിയിൽ പൊന്മുടിയില്ല, വാഗമണ്ട് പിള്ളേർ കുറേ റൈഡിലേക്ക് കയറി. ഞാനതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. എനിക്ക് ഈ ഹൈറ്റ് റൈഡ്, ചില റൈഡുകൾ വെള്ളമാണെങ്കിൽ ഇഷ്ടമാണ്. ബാക്കി ഹൈറ്റൊക്കെ ഭയങ്കര പേടിയുണ്ട്. ഇതുകൊണ്ടോ ഇവിടെ മേളിൽ വാച്ച് ടവറിൽ നിൽക്കുകയാണേ. താഴെ മൊത്തം മഞ്ഞ്, നല്ല രസമാണ്. മൊത്തം പുകമയം കേട്ടാ. അപ്പം വാഗമണ്ണി വന്നിട്ട് മഞ്ഞ് കണ്ടില്ല എന്നൊരു വിഷമം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി. നമ്മൾ ആവശ്യം പറയാം, നമ്മൾ മലയുടെ മുകളിൽ നിന്നപ്പോൾ വന്നില്ല, ഇപ്പോഴാണ് വന്നത്. സന്തോഷായ? അഞ്ചു ചോദിച്ചു എങ്ങനെയുണ്ട്? സന്തോഷായ? ഹാപ്പിയാണ്? ആ, നമുക്ക് അവരെ അഭിപ്രായം അറിയണമല്ലോ അല്ലേ?
എല്ലാവരും ബാക്കിലിരിക്കുകയാണ്. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവരെ മാത്രമേ കാണാവൂ കേട്ടോ, ദൂരെ ഒന്നും കണ്ടുകൂടാ. അവിടെ സൈക്കിളിൻ്റെ റോപ്പിംഗ് നടക്കുകയാണ്. സൈക്കിള് ചവിട്ടി പോകുന്നത് കൊച്ചു ചെറുക്കൻ ചവിട്ടി പോകുന്നു കേട്ടോ, കൊച്ചു കുഞ്ഞ് അല്ല അവിടെ ഇതുണ്ട് എന്താ കൊച്ചു കുഞ്ഞ് അമ്മയാണെന്ന് തോന്നുന്നു. അയ്യോ പതുക്കെ വെള്ളോട്ട് പോക്കി കാണിച്ചു വിടാ, അടിപൊളിയുണ്ട്. അവിടെ നിന്ന് മഞ്ഞ് മൊത്തം കയറി ചൂട് ചായ കുടിക്കാം. എയറിലാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മിക്കവാറും അങ്ങോട്ട് പോകുമ്പോൾ പൈൻ മരത്തിൻ്റെ ഒരു തോട്ടം ഉണ്ടല്ലോ, അതുകൂടെ കാണാൻ നോക്കും. ഒരുപാട് മഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈൻ മരം കൂടെ ഇടുവേ. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഇവിടെ ഫുഡൊന്നുമില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു 1:15 ഇവരൊക്കെ ടിക്കറ്റ് എടുക്കാനും എവിടെയൊക്കെ പോകണമെന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിശന്നുകൊണ്ട് ഞാൻ പോയി ഒരു ബർഗർ കഴിച്ചു. എനിക്കൊരു ബർഗർ കിട്ടിയ തന്നെ അതിനുശേഷം വേറെ ഒന്നുമില്ല. ചായ ചോദിച്ചവൻ പറഞ്ഞ് ഇനി 2 മണിക്കൂർ കഴിയും ചായ, ഒരിടവുമില്ല, ഫുഡൊന്നുമില്ല, ഒറ്റയിടത്ത് ഫുഡില്ല. ഒറ്റയിടത്ത് ഫുഡില്ല. അതുകൊണ്ട് നമ്മളിത് ഇറങ്ങിയിട്ട് വേണം ഇനി പോയി കഴിക്കാം. ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമായി. അതുപോലെ ഇഷ്ടംപോലെ ആളെന്നെ അവർ എല്ലാം അറേഞ്ച് ചെയ്യണ്ടേ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ താഴോട്ട് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടു, മോളിൽ നിന്ന് ചാടാൻ വേണ്ടി ഒരു കൊച്ചി നിൽക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂറായി. ഞാൻ ഇപ്പോൾ ചാടും എന്ന് പറഞ്ഞിട്ട് മറ്റേ മിഥുന സിനിമയിലെ തേങ്ങ ഉടക്കിട്ടാന്ന് ചോദിക്കും പോലെയാണ്. അതുകൊണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചു എല്ലാവരും ആ കൊച്ചു ചാടുന്നത് കാണാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം ചാടും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് വാഗമൺ മറ്റേ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഉഗ്രം മഞ്ഞ്, ഭയങ്കര സന്തോഷം കേട്ടാ. മഞ്ഞ് കൂടെ വണ്ടി ഓട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വാവച്ച് താഴെ മഞ്ഞിനെ ഊതിയൊക്കെ വിട്ടെന്നു. പിന്നെ മഞ്ഞ് മൂടിയെന്നു. ഞാൻ വെച്ച് ഊതിയൊക്കെ വിട്ടെന്നു. ഇപ്പം വാവച്ച് ആയോണ്ട് പലതും ഇങ്ങനെയൊക്കെ പറയും. നമ്മളതൊക്കെ അയ്യോ ഇവിടെ വന്നപ്പോൾ തീർന്നു കേട്ടാ. അത് അപ്പുറത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല രസമുണ്ട്, ചീവിടിൻ്റെ സൗണ്ടും. നിങ്ങൾ ഒരു ദിവസം വരണം കേട്ടോ വാഗമൺ ഈ സമയത്ത്, നല്ല രസമാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയോ വരുന്ന വഴിക്ക് കഴിച്ചിട്ട് വരികയോ പാക്ക് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരികയോ ചെയ്യണം. അത് അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാവും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളി. ഇപ്പോഴും ആൾക്കാർ പോകുന്നേ ഉള്ളൂ. ഇതെന്തോ കാണാൻ പോണേ? ഇനി ഓരോരുത്തരെയും പോയിട്ട് ഇനി എന്തോ കാണാൻ ഈ സമയത്ത്? ആഹാ മഞ്ഞുമ അടേ ഒന്നും കണ്ടുടോ. ആഹാ എവിടെ ആണാ? നമുക്ക് അയ്യോ ഓക്കെ, അവന് കണ്ണന് ചായ വേണമെന്ന് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മൊത്തം മഞ്ഞ് മൂടി കിടക്കാണ് കേട്ടോ, അതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് വരുന്നു. ഒന്നും കണ്ടുകൂടാ ഏട്ടാ. റോഡവിടെ മക്കളെ, കൂടവിടെ മക്കളെ. ഹായ്, നല്ല രസം. കണ്ടാ മഞ്ഞിൻ്റെ ഇടയിൽ കൂടി അടിപൊളി. ഇതിൽ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടാ. അത് ഞാനിങ്ങനെ ഭയങ്കര ഓവറായിട്ട് ചിരിക്കണമെന്ന് മാമിക്ക് ഭയങ്കര പരാതി. വീഡിയോയിലെല്ലാം മഴ
അതിൻ്റെ കൂടെ മഴയും മഞ്ഞും. അയ്യോ ഹായ് 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 ഹായ്. റോഡെത്തി. ഇടത്തോട്ടല്ലേ? ഹരിയാന എന്ന് പറയുന്നത്. ഹരിയാന അല്ല, കേരളാണ. നമ്മൾ പൈൻമരങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് ഇത്. ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ എത്തിയപ്പോൾ പാച്ചൂരിൽ എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് എണ്ണം കയറി. വേണ്ടേ? പാച്ചേ എടാ വാങ്ങിച്ചോടാ. ഇവിടെ വാച്ചു മൊത്തം കടകളാണ് കേട്ടോ. ഇങ്ങനെ നിരന്ന് മൊത്തം ഇങ്ങനെ കടകളാണ്. ഇവിടെ നിന്ന് 100 മീറ്ററാണ് ഈ പൈൻമരം എന്നുള്ള സ്ഥലത്ത്. നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ ഒന്ന് ചായ കുടിച്ചു കേട്ടോ. ചായയും ഓരോ വടയും അടിച്ചു. അവൻ്റെ ഗ്ലാസും പൊട്ടിച്ച്. അല്ലെ ഗ്ലാസ് പൊട്ടിക്കുക, കുത്തി പൊട്ടിക്കുക ഒക്കെ നിന്റെ വികൃതികളാണല്ലോ. വച്ചിക്കില്ല. അത് കഴിഞ്ഞ് നമ്മളങ്ങ് ഇത് പൈമരം കാണാൻ വേണ്ടി പോവാണേ. സാധനങ്ങളൊക്കെ വേണമെന്ന് പറയുന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും പാച്ച് കൈ കാണിച്ചു കൊടുത്തിട്ട് ഒരിടത്ത് കൊണ്ട് നിർത്തി കാരണം. അപ്പോൾ ഇത് വേണം, അത് വേണം, അതിൻ്റെ അപ്പുറത്ത് വേണം, കടയോടെ വേണം അവന്. അതുകൊണ്ട് മൊത്തം കടകളാണ് കേട്ടോ. മാളു അപ്പോഴേ പറഞ്ഞു ഇതുണ്ടോ പൈൻമരങ്ങൾ അങ്ങനെ നിറഞ്ഞ് നിൽക്കുക കേട്ടാ. നല്ല രസമുണ്ടേ. എനിക്കൊന്നും ഇത് പൈനല്ല, ഇത് കാറ്റാടി പോലെ തോന്നുന്നു. പൈൻ ഇതാണോ? കാറ്റാടി പോലെയാണ് തോന്നുന്നത്. നല്ല എന്താ നല്ല രസമുണ്ടേ അല്ലേ? കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഒരുപാട് പേര് ഫോട്ടോഷൂട്ടും അതും ഇതൊക്കെ എടുക്കാണ് കേട്ടോ. അതാണ്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ അകത്ത് കയറി നേരത്തെ കാണിച്ചല്ലോ, പക്ഷേ നല്ല മഴ. അവിടെ 3 കുടയേ ഉള്ളൂ കേട്ടോ. ഇതാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ട് പൈൻമരങ്ങൾ ഇങ്ങനെ നിരനിരത്തി നിൽക്കുന്നു കണ്ടോ. ഭയങ്കര തിരക്കുമുണ്ട് കേട്ടോ, നല്ല തിരക്കുമുണ്ട്. എല്ലാവരെയും കുടയുണ്ട് കേട്ടോ. നമ്മളതിൽ മാത്രം 2-3 കുടയേ ഉള്ളൂ. കുടയില്ല കണ്ടോ. ക്യാമറയിലൊക്കെ വെള്ളം വീഴാണേ. ക്യാമറ അല്ലേ, ഫോണിൽ. മഴയായതുകൊണ്ട് എല്ലാവരും കയറാണ് കേട്ടോ. എല്ലാവരും പോകുന്നതാ കണ്ണേ. മഴയില്ല, മഴയും കിട്ടി. നനഞ്ഞു കേട്ടാ, ഞാനും നനഞ്ഞു. കണ്ട് ബാക്കിൽ നിന്ന് എല്ലാവരും നനഞ്ഞ് കുളിച്ച് വരാ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ, വാഗമണ്ണിൽ നിന്ന്. ഭയങ്കര മഴ, നല്ല ഒന്നാന്തരം മഴ. താഴെ ആണെങ്കിൽ വാവച്ചയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആഹാരം ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ആഹാരം കിട്ടിയില്ല, ആഹാരമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഐസ്ക്രീം അത് ഇതൊക്കെ കഴിച്ചാണ് പിള്ളേർ പിടിച്ചു നിന്നത്. ആഹാരമില്ലായിരുന്നു, അത് വലിയ ബുദ്ധിമുട്ടായി. പുറത്ത് ഒരുപാട് ദൂരം വെളിയിലിറങ്ങി വരണം. പിന്നെ നമ്മൾ റൈഡിന് വേണ്ടി ഒരുപാട് സമയം നിന്നില്ലേ, അതും ഇതായി. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി അങ്ങനെ തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മല ഇറങ്ങുമ്പോൾ നല്ല മഴ. ആ പൈൻമരത്തോട്ടത്തിൽ മൊത്തം നനഞ്ഞു. എല്ലാവരും നന്നായിട്ട് നനഞ്ഞിട്ടാണ് വണ്ടി കയറിയിട്ടുള്ളത്. എന്നാലും അതും ഒരു രസമാണ്. എന്താ രസം നോക്കിയേ, കാണാനുള്ള കാഴ്ചകൾ. പച്ചപ്പെന്ന് പറയുമ്പോഴേ മനസ്സിനൊരു സംതൃപ്തി തരുന്ന കാര്യങ്ങളാണ്. പനി എന്തായാലും ഗോ സ്ലോ എഴുതി വെച്ചിരിക്കുന്നതാണ്. എല്ലാവരും മല ഇറങ്ങി തുടങ്ങി കേട്ടോ. നമ്മളെ
ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് വണ്ടികളുണ്ട്. മഴ പെയ്തപ്പോൾ നല്ല കറകറാന്ന് നല്ല രസമുണ്ട് റോഡ്. മഴയത്ത് റോഡ് കാണാൻ നല്ല രസമാണ്. നല്ല കീലിട്ട റോഡ് ആണെങ്കിൽ നല്ല രസമാണ് കാണാൻ. ഇതങ്ങ് ചുമ്മാ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മല ഇറങ്ങിയാണ്. ഇവിടുത്തെ വീഡിയോ, വാഗമണ്ണിൻ്റെ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ സുമിച്ചേച്ചിയുടെ വീടിൻ്റെ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ആ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ. Something new, we keep running.